ചെറിയ രീതിയിലുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന നല്ല പ്രേക്ഷകർ മൊബൈൽ കിസിനുണ്ട്. അതെന്നും നിലനിൽക്കണം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ ചോദ്യങ്ങളുമായി. തൽക്കാലം ഇവിടെ പറയട്ടെ, നിങ്ങളുടെ സ്വന്തം സുമിത്. ढूंढता था एक पल में दिल जिसे ये 100 दफा है सुबह नाराज उस बिन रूठी शामें दिन खफा वो आए ना ले जाए ना उसकी यादें जो है यहाँ ना रास्ता ना कुछ पता मैं उसको ढूंढूंगा अब कहाँ मैं ढूंढने जो कभी जीने की वजह निकला मैं ढूंढने जो कभी जीने की वजह निकला पता चला कि गलत लेके मैं पता निकला पता चला कि गलत लेके मैं पता निकला मैं ढूंढने को जमाने में जब वफा निकला मैं ढूंढने को जमाने में जब वफा निकला. നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ എപ്പിസോഡുമായി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥലത്തേക്കാണ്. ശിവപുരം എന്ന സ്ഥലത്തേക്കാണ്. ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഇതേ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെയാണ്. ഒത്തിരി പേർ ഈ പ്രോഗ്രാമിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ വിഷൻ ചാനൽ അണിയിച്ചൊരുക്കുന്ന മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. വലിയൊരു ക്യാമ്പസ്, വളരെ മനോഹരമായിട്ടൊരു ക്യാമ്പസ്. പ്രത്യേകിച്ച് ഇതൊരു മലയോര മേഖല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കയറ്റം കയറിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നത്. വണ്ടിയിലായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നണില്ല. അങ്ങനെ വലിയൊരു കയറ്റം കയറിയിട്ട് ഞങ്ങൾ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെത്തി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വലിയ തറവാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ സംഭവം അങ്ങനെ ഒരുക്കി നിൽക്കുന്ന ഒരു എന്താ പറയുക, ഇതിൻ്റെ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നടുമുറ്റമൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ലഞ്ച് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 സുന്ദരിയായ പെൺകുട്ടിമാരുടെ ഇടയിൽ കൃഷ്ണനെ പോലെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കണോ? പേരെന്താണ്? അമൽദാസ്. ആ, എവിടെ സ്ഥലം? എവിടെയാണ്? കൂത്തുപറമ്പ്. എന്തൊക്കെയാണ് കൂത്തുപറമ്പിലെ വിശേഷങ്ങളൊക്കെ? ഗംഭീരമായിട്ട് പോകണം. ശരി, കൂത്തുപറമ്പിൽ തന്നെയുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടോ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലച്ഛനമ്മ, 2 അനുജന്മാർ. അനുജൻ? 2 ആൾ. നമസ്കാരം, പേരെന്താണ്? അഞ്ജന. എവിടെയാണ്? സ്വദേശം എവിടെയാണ്? ചാല. അപ്പോഴും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആ ഒരു മനസ്സാണ്. ചാല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണോ വീട്? എവിടെയായിട്ട് വരും? ഏതാണ്ട് പേരെന്താ? എവിടെയാ സ്ഥലം? എവിടെയാ? ചില നമ്മുടെ +2 കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫാണ് ജീവിതത്തിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, പഠനം മാറ്റി വെച്ചാൽ ഉണ്ടാകുന്ന ലൈഫും കുറേ ഫ്രീ ആണ്. കാരണം എന്താ പറയുക, അടിച്ചുപൊളി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു സമയം. അങ്ങനെ ഈ ഒരു മേഖലയിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റാണ്. ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രിക്റ്റാണോ താങ്കൾ? അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്ന് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് കൊണ്ടാണോ സ്ട്രിക്റ്റ് ആയത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ തന്നെ സ്ട്രിക്റ്റ് ആക്കിയതാണോ? പഠിപ്പിന് അതിൻ്റെതായ ഇത് കൊടുക്കുന്നുണ്ട്. എന്നാലും എൻജോയ്മെൻ്റ് ഒക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട്, അല്ലേ? താങ്കൾ എങ്ങനെയാണ്? എനിക്ക് പിന്നെ +2 ലൈഫ് വളരെ ഫ്രീഡം ഉള്ളായിരുന്നു.
ഇവിടെ കുറച്ചും കൂടി ഒരു മുറുക്കുണ്ട്. അല്ല പഠിക്കുന്ന മേഖലയും അങ്ങനെയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്നാലും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയുണ്ട് കോളേജ്, ഇവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ട്? കാരണം മുന്നേ പരിചയമില്ലാത്ത മുഖങ്ങളായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ അല്ലേ? എങ്ങനെയൊക്കെയാണ്? എനിക്ക് തോന്നുന്നു +2-നെക്കാട്ടും കൂടുതൽ ഇപ്പോഴാണ് എല്ലാവരുമായിട്ട് നല്ല പരിചയമാകാൻ കഴിഞ്ഞതെന്ന്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ കോളേജ് നല്ല കോളേജാണ്. ഈ ലൈബ്രറി സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എവിടെ, മുകളിലാണോ? അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ തുടങ്ങി? പാട്ട് പാടുമോ? ഇല്ല. എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഹോബീസ്? പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാട്ട് പാടിപ്പിക്കില്ലല്ലോ, അതുകൊണ്ടാണോ? അല്ല മനഃപൂർവ്വം പറയുന്നതാണോ അത്? അല്ലേ, പാട്ട് പാടില്ല. ശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ കലാകാരികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. ശരി, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഇവിടെ നിന്ന് കൊണ്ടുവരാറാണോ പതിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു സ്പെഷ്യല്? മുട്ടവറവ്. മുട്ടവറവ് നല്ലൊരു വെറൈറ്റി സ്പെഷ്യൽ അല്ലേ? പാചകമൊക്കെ അറിയാവോ? അത്യാവശ്യം അറിയാം. കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? ശരി, ആരോടാ ചോദ്യം ചോദിക്കണ്ടേ? ഒരു മത്സരാർത്ഥി വേണം, ആൾ മത്സരിക്കട്ടെ. ശരി, അത് ക്ഷീണം വന്നു പോയി. ആൾ മത്സരിക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ മത്സരാർത്ഥി റെഡി. ഫസ്റ്റ് റൗണ്ടിലെ ഇദ്ദേഹത്തോടുള്ള ഒരു ചോദ്യമാണ്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും കുറഞ്ഞൊരു, എല്ലാത്തിനും ഓരോ കുറഞ്ഞ പ്രായം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതിന് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ വയസ്സ് ചോദിച്ചിട്ടില്ല, ഏറ്റവും കുറഞ്ഞ പ്രായം. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ഗസ് ചെയ്യുകയാണെങ്കിൽ 18 വയസ്സ്. 30, 20, 21. 21. മത്സരാർത്ഥി എന്ത് പറയുന്നു? ഞാൻ 18 ഉറച്ച്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നുള്ളതായിരുന്നു ചോദ്യം. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് 18, ഇവിടെ 30, 20, 21. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം നമ്മൾ ഈ 4 പേരിൽ നിന്നും തിരഞ്ഞെടുക്കുക. പിന്നെ ആ ആളാണ് തുടർന്ന് മത്സരിക്കുന്നത്. 30 അല്ല, 18 അല്ല, 20 അല്ല, 21 എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. പേര് ഒന്നുകൂടി പറഞ്ഞോളൂ. അനുശ്രീയാണ് അതിൻ്റെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അനുശ്രീക്ക് ഇതാ ഞങ്ങളുടെ സമ്മാനം. വീട്ടിൽ തന്നെ ഈ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുണ്ടോ? പഞ്ചായത്ത് മേഖല, അങ്ങനെ എന്തെങ്കിലും സാംസ്കാരിക അങ്ങനെയുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശരി, അങ്ങനെ പോവുകയാണ്. രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇനി മത്സരാർത്ഥി താങ്കളാണ്. ഇവർക്ക് അവസരമില്ല, എന്നാലും അവിടെ അങ്ങനെ നിൽക്കട്ടെ. ശരി, രണ്ടാമത്തെ റൗണ്ടിലെ താങ്കളോടുള്ള ചോദ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ചോദ്യം കൊടുക്കുക. ഇതിൽ നിന്ന് ഒരു ചോദ്യം തിരഞ്ഞെടുത്തോളൂ. ആ ചോദ്യം ഞാൻ ചോദിക്കാം. റെഡി? ഇഷ്ടപ്പെട്ട ദൈവം? കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമുള്ള, എല്ലാ കാര്യങ്ങളും കൃഷ്ണനോട് തുറന്നു പറയുന്ന അനുശ്രീ എടുത്തിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഇതിന് ഉത്തരം പറയണം കേട്ടോ. ചോദ്യം പേപ്പറൊക്കെ വായിക്കാറില്ലേ? ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പേപ്പറിലൊക്കെ വാർത്ത വന്നതാണ് എൻഡോസൾഫാൻ എന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ. പേടിയുണ്ടോ ചോദ്യം? ഇല്ല. ചോദ്യം: എൻഡോസൾഫാൻ കീടനാശിനി സുപ്രീം കോടതി ഇന്ത്യയിൽ നിരോധിച്ചത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? എൻഡോസൾഫാൻ കീടനാശിനി സുപ്രീം കോടതി ഇന്ത്യയിൽ നിരോധിച്ചത് എപ്പോൾ? ഒരു ഡേറ്റ് ആണ് വേണ്ടത്. ഏത് വർഷം, ഏത് ദിവസം എന്നുള്ളതാണ് ചോദ്യം. സുപ്രീം കോടതി ഇന്ത്യയിൽ നിരോധിച്ചത്, എൻഡോസൾഫാൻ കീടനാശിനി സുപ്രീം കോടതി ഇന്ത്യയിൽ നിരോധിച്ചത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷം? 2010 മെയ് 13 ഇന്ത്യയിൽ എൻഡോസൾഫാൻ എന്ന കീടനാശിനി സുപ്രീം കോടതി നിരോധിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ? ഗെയിം സ്റ്റോപ്പ് ചെയ്തോട്ടെ ഞാൻ. ഗെയിം സ്റ്റോപ്പ് ചെയ്യുന്നു. അറിയാമോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നു? ആൾ പറഞ്ഞിരിക്കുന്നത് 2010 എന്ന വർഷത്തിലാണ് എൻഡോസൾഫാൻ കീടനാശിനി ഇന്ത്യയിൽ നിരോധിച്ചത് സുപ്രീം കോടതി. 2011
നമുക്ക് ശരിയായിട്ടുള്ളൊരു ഉത്തരമാണ് വേണ്ടത്. എൻഡോസൾഫാൻ കീടനാശിനി ഇന്ത്യയിൽ സുപ്രീം കോടതി നിരോധിച്ച ദിവസം എന്ന് പറയുന്നത് മെയ് 13, വർഷം എന്ന് പറയുന്നത് 2000 ശരിയുണ്ടോ 2011. അപ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ബാക്കി 3 പേർക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനമുണ്ട്. കണ്ണൂരൊക്കെ വരാറില്ലേ? കണ്ണൂർ വരുന്ന സമയത്ത് ഈ കാർഡായിട്ട് ബാഗ് ആൻഡ് ബാഗിൽ ചെന്നാൽ അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഡയമണ്ട് കാർഡാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഡേറ്റോ ടൈമോ ഒന്നുമില്ല. കട അടക്കുന്നതിന് മുന്നേ വരിക, കട തുറന്നതിന് ശേഷം വരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത 4 സുന്ദരന്മാർ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും വരുന്നു, പഠനം എങ്ങനെ? നമസ്കാരം, പേര് പറ. നിഷാം. എവിടെയാണ് സ്വദേശം? എവിടെയാണ് നിഷാമിൻ്റെ? വടകര. അപ്പോൾ എവിടെ താമസമൊക്കെ എവിടെയാണ്? താമസം വീട്ടിൽ തന്നെ. ഡെയിലി പോയിട്ട് വരും. അപ്പം ഇവിടുന്ന് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലെത്തുമ്പം എത്ര മണിയാവും? ലേറ്റ് ആവില്ലേ? 6:30. 6 മണിയാവും. ബൈ ബസ് അങ്ങനെയാണോ പോണേ? അല്ല, സ്കൂൾ ബസ്സിൽ പോയിട്ട് പിന്നെ ലൈൻ ബസ്സിൽ പോകും. സ്കൂൾ ബസ്സിൽ എവിടെ വരെ പോകും? തലശ്ശേരി. അവിടുന്ന് പിന്നെ ലൈൻ ബസ്സിന് പോകും. ശരി, സുഖമായിരിക്കുന്നു? പഠനമൊക്കെ നന്നായിട്ട് പോകണം? നന്നായിട്ട്. ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിച്ചു. അപ്പോൾ രാവിലെ വടകരയിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങും ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്? രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6:15 ഇറങ്ങും. രാത്രി കിടക്കുന്നത് ഏതാണ്ട് ഒരു 11 മണിയൊക്കെ കഴിയില്ലേ? ഒരു 11. ഉറക്കില്ല സത്യം പറഞ്ഞാൽ? ഇല്ല. പഠിക്കാൻ വന്നതിന് ശേഷം? ഇല്ല. മുന്നേക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഉറങ്ങാൻ. മുന്നേ ഒരു 10 മണി 12 മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതില്ല അല്ലേ? നമസ്കാരം, പേര് പറ. മുഹമ്മദ് അസ്ലം. എവിടെയാണ് സ്വദേശം? എവിടെയാണ് അസ്ലമിൻ്റെ? കതിരൂർ. റഷ്യത്തിനൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമല്ലേ അല്ലേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ പോകണം? നന്നായിട്ട് ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. കതിരൂരുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരു 6ാം വീട് ഒരുമിച്ച് തന്നെയാണോ വരാറ് നിങ്ങൾ, അല്ലെങ്കിൽ വേറെ? കോളേജ് ഹോസ്റ്റൽ. നമസ്കാരം, പേര് പറ. മുഹമ്മദ് അസ്ലം. എവിടെ സ്ഥലം? എവിടെയാണ്? കണ്ണൂർ താഴ്ച ജംഗ്ഷനിലാണ്. അതെ. നമസ്കാരം, പേര് പറ. അനിൽ. എവിടെയാ സ്ഥലം? കോളയാട്. ശരി. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകണം? ചിലരൊക്കെ എന്നോട് എന്താ പറയുക ചാറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്, സുമിത്ത് അത്യാവശ്യം കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രണയത്തെക്കുറിച്ച് ചോദിക്കാനാണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് പ്രണയത്തെക്കുറിച്ചൊക്കെ? എന്താണ് ഒരു ക്യാമ്പസ് പ്രണയത്തെക്കുറിച്ച്? ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ എന്താ പറയുക പാതി വഴിയിലൊക്കെ ഒഴിവായി പോകുന്നൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പൊതുവെ? കോളേജിൽ ചേർന്ന് വന്നല്ലേ ഉള്ളൂ, അപ്പോൾ അതുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടിട്ട് വേണമെങ്കിൽ പ്രണയിക്കാം, സമയം കിട്ടുമെങ്കിൽ. ഞങ്ങൾ വന്ന കാര്യം ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി ഈസി ആക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാം. റെഡി? ആരാ മത്സരിക്കുന്ന ഇതിൽ? ഒരു മത്സരാർത്ഥി അനിൽ. റെഡി? മുന്നേ മത്സരിച്ചിട്ടുണ്ടോ അനിലൊക്കെ? ഇല്ല. അതൊക്കെ ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിലെ അനിലിനോടുള്ള ചോദ്യം. ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചതാരാണെന്നറിയാവോ? ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചതാര് എന്നുള്ളതാണ്. ഒരു അവിയൽ പരുവത്തിലുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അത് സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള ചോദ്യം. ഡൽഹി ചുവപ്പ് കോട്ട നിർമ്മിച്ചതാര്? ആരാ ഡൽഹിയിലെ ചുവപ്പ് കോട്ട? ഗസടിച്ചു. ജഹാംഗീർ. അക്ബർ. ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചതാര്? ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചതാര്? അറിയത്തില്ല. അല്ല, എന്നോട് ചോദിക്കുക ഷാജഹാൻ ആണോ എന്ന്. ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചത് ആര് എന്നുള്ളതാണ് ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം. പല പല ഉത്തരങ്ങൾ വന്നു. പിന്നീട് എന്നോടൊരു ചോദ്യം പോലെ ഇങ്ങോട്ട് ചോദിച്ചു ഷാജഹാൻ ആണോ. അപ്പോൾ ഞാൻ പറയുന്നു ഷാജഹാൻ എന്നുള്ളത് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം. പക്ഷേ മത്സരാർത്ഥിക്ക് അതിൻ്റെ ശരി ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. കൂടെയുള്ള കൂട്ടുകാരനാണ് അതിൻ്റെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കൾ തന്നെ കൊടുത്തോളൂ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം. ഇതൊക്കെ ഒരു നല്ലൊരു നിമിഷമല്ലേ? പോട്ടെ, രണ്ടാമത്തെ റൗണ്ടിലേക്ക്. ഇനി താങ്കൾ തന്നെ മത്സരിക്കണം, വേറെ അവസരമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഉണ്ടാവണം കേട്ടോ. താങ്കളുടെ പേരൊന്ന് പറഞ്ഞേ. മുഹമ്മദ് അസ്ലമാണ് ഇനി മത്സരിക്കുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ. ഞങ്ങൾ ചോദ്യങ്ങളില്ല, ഞങ്ങൾ ക്ഷണിക്കുന്നു ചോദ്യം കൊടുക്കുക. ചോദ്യ കൊടുക്കയിൽ നിന്നും അസ്ലാം എടുക്കുന്നു. റെഡി? നോക്കരുതേ ചോദ്യം. 2 ചോദ്യം ഉണ്ടോ? ഇല്ലല്ലോ. നോക്കണ്ട. ഞാൻ നോക്കാം. ശരി, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. സച്ചിനെ ഇഷ്ടമാണല്ലോ, ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ശരി, രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ
സച്ചിൻ ടെണ്ടുൽക്കറുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചി ടീമിൻ്റെ പേരെന്താണെന്നറിയാവോ? അതായത് ഈ അടുത്തല്ലേ അല്ലേ? അങ്ങനെ കുറേ ഒന്നും ആയിട്ടില്ലല്ലോ അല്ലേ? കുറേ ഒന്നും ആയിട്ടില്ല. എവിടെയും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ടീമിൻ്റെ പേര് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ ടീം ഏതാണെന്നുള്ളതാണ് ചോദ്യം. കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സ് ആണോ? കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് താങ്കൾ പറയുന്നത്. സച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സ് കേരള. ശരി, മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ശരി ഉത്തരം, കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം. ചിലപ്പോഴൊക്കെ കേട്ട് മറന്നുപോയ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം, സ്വാഭാവികം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം. ഫസ്റ്റ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി 3ാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. 3ാമത്തെ റൗണ്ടിൽ ഞാൻ ചോദ്യം കുടിക്കാൻ ക്ഷണിക്കാം. അതിനു മുമ്പ് താങ്കൾ ചോദ്യം തിരഞ്ഞെടുക്കുന്നു, ഞാൻ ആ ചോദ്യം ചോദിക്കുന്നു. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം, തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യണം? വേറൊന്നുണ്ട്, ആദ്യം പിന്മാറുന്നോ അതറിയട്ടെ? ചോദ്യം ചോദിച്ചതിന് ശേഷം പിന്നെ മാറാൻ പറ്റില്ല. വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ചോദ്യം കൊടുക്കയിൽ നിന്നും ചോദ്യം തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബുക്സിലുള്ള ചോദ്യം വേണം. ആ ഓപ്ഷൻ വേറെ ഉണ്ട്. എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റും. അതുകൊണ്ടാണ് മുമ്പോട്ട് പോവാം. ഓക്കെ, ഇനി ചോദ്യം കൊടുക്കുക വേണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യം കൊടുക്കുക മതി? അതിനെ വിട്ടിട്ടായാലും എന്തോ ഒരു പൊന്നോമന പുത്രനെ പോലെ ചോദ്യം കൊടുക്കുക. 3ാമത്തെ റൗണ്ടിലെ മെഗാ ചോദ്യം. എടുത്തോളൂ, ഒരു ചോദ്യം എടുത്തോളൂ, നോക്കരുത്. ഇതുപോലെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നെടുത്താൽ മതി കേട്ടോ. വീണില്ലേ? ഒന്നേ ഉള്ളൂ അത്. ശരി, അപ്പം 3ാമത്തെ റൗണ്ടിലെ മെഗാ ചോദ്യമാണ് താങ്കളോട് ചോദിക്കാൻ പോകുന്നത്. 2 ചോദ്യമുണ്ട്. ഇതിലേത് വേണം? വലുത് തന്നെ ഇടം പറ. ചോദ്യം: ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട വായുവുള്ള നഗരം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും മലിനീകരിക്കപ്പെട്ട വായുവുള്ള നഗരം എവിടെ? ഇന്ത്യയിൽ മുംബൈ. കൊൽക്കത്തയാണോ? മുംബൈ ആണോ? മുംബൈ. ഏറ്റവും പുതിയ പഠനപ്രകാരമാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ പഠനപ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട വായുവുള്ള നഗരം മുംബൈ ആണോ കൊൽക്കത്തയാണോ? മുംബൈ. 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 അല്ല, ഉറച്ചിക്കുക. സ്റ്റോപ്പ് ചെയ്യട്ടെ, ഗെയിം സ്റ്റോപ്പ്. പറഞ്ഞിരിക്കുന്നത് മുംബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? മുംബൈ ആണോ? അതെന്ത് തോന്നുന്നു? ആയിരിക്കാം. കൊൽക്കത്ത ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചടങ്ങ് അങ്ങോട്ട് കഴിക്കുന്നതല്ലോ പെട്ടെന്ന് തീർക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ 2ാമത്തെ റൗണ്ടിലെ സമ്മാനം മാത്രം ഞാൻ തിരിച്ചു വാങ്ങിക്കാം. വിഷമങ്ങളൊന്നുമില്ല, ചെറിയൊരു എന്താ പറയുക, ഒരു സൗഹൃദ സംഭാഷണം എന്ന് വിചാരിച്ചാൽ മതി. അതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. ബാക്കിയുള്ളവർക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനമുണ്ട്. കണ്ണൂരൊക്കെ വരണ സമയത്ത്, കണ്ണൂരിൽ എന്താ പറയുക, ഫ്രീ ടൈം കണ്ണൂരൊക്കെ വരണ സമയത്ത് ബാഗ് ആൻഡ് ബാഗിൽ ചെന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഡയമണ്ട് കാർഡാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെറിയ ഒരു ഓണസമ്മാനം പോലെ കണക്കാക്കിയാൽ മതി. താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് പഠിക്കുക. മൊബൈൽ കിസ് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിൽ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇത് നോക്കിയിട്ട് തീരാത്ത അത്ര. ഇത് മൊബൈൽ കിസിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതായിട്ട് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളുള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള, അത്രയും വിശാലമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് സൗകര്യമാണ് സെൻറ്റ് തോമസ് ഈ കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. എന്താ പറയുക, ഏതാണ്ട് കമ്പ്യൂട്ടറിൻ്റെ എണ്ണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 1 2 3 4 5 6 7 8 ക്യാമറ മാറുന്നേ 1 2 മാറിപ്പോയല്ലോ. ഏതാണ്ടൊരു ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അത്രയും സൗകര്യം തീർച്ചയായും ഈ ഒരു കമ്പ്യൂട്ടർ ലാബ് സൗകര്യമുണ്ട്.
ആദ്യമായിട്ടാണ് കേട്ടോ കണ്ണിന് കുളിർമയേകുന്ന ഒരു സംഭവം വേണമെങ്കിൽ പറയാം. ഒരു താജ്മഹലിലൊക്കെ പോയ പോലെ കുളിർമയേകുന്ന ഒരു സംഭവമാണ്. എന്തായാലും എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് വലിയൊരു ലൈബ്രറിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. റിജു തോമസ് സാർ നമ്മളെ കൂടിയിരിക്കുന്നു. നമസ്കാരം സാർ. സാർ ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സംരംഭത്തിന്. ശരിക്കും ശിവപുരം എന്ന് പറയുന്നത് മലയോര മേഖല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമെന്നറിയില്ല, അതൊരു മിനി മലയോര മേഖലയാണ്. ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്നുള്ളത് എങ്ങനെയാണ്? കണ്ണൂർ എന്ന ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. അതേ സംബന്ധിച്ച് പ്രൊപ്പോർഷണലി അതിനുമായിട്ട് ഉള്ള നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസ് കണ്ണൂരില്ല എന്നുള്ളതാണ് പ്രധാന റീസൺ. ഇവിടെ നമുക്കുള്ളത് ആപ്പാടെ 3-4 എഞ്ചിനീയറിംഗ് കോളേജസേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്. അതേ സംബന്ധിച്ച് ഇവിടുന്ന് 12 പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഒത്തിരി ഇരട്ടിയാണ്. അപ്പോൾ ആ ഒരു അവസരവും കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനൊരു ഈ മലയോര മേഖലയിൽ ഒരു കോളേജ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടതും അതിപ്പം ഫസ്റ്റ് ഇയറിലേക്കായി ഇങ്ങനെ നിൽക്കുന്നു. അത് ശരിക്കും ആ ഒരു പ്ലാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വന്നു ഇങ്ങനൊരു സംരംഭം ഇവിടെ ഒരു പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട്? ഇതിപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയത് എപ്പോഴാണെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ആക്ടിവിറ്റീസും ഇതിൻ്റെ പണികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ വർഷത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ആദ്യം തൊട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത്. അത് സാധിച്ചു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി ഇതിൻ്റെ ഒരു 3 വർഷം വേണ്ടി വന്നു ശരിക്കും ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് 3 വർഷം വേണ്ടി വന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 90-100 കുട്ടികൾ അല്ലേ, കുട്ടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസ് ചെയ്തുകൊണ്ട് 100 പേരും. അവരും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ്, പഠിക്കുന്നവരൊക്കെയാണ് അല്ലേ. അവർക്കുള്ള സൗകര്യം എന്ന് പറയുന്നത് എന്താ പറയുക, പ്രത്യേകിച്ചും മറ്റുള്ള സ്ഥാപനങ്ങൾ പോലെയല്ല. എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും സൗകര്യങ്ങൾ കൂടണം. പ്രത്യേകിച്ചും ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട പഠനമാണ് അല്ലേ. എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ബിൽഡിംഗ് 4 നിലയുടെ ബിൽഡിംഗ് ആണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ